തൃശൂരിൽ CPM നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തികാരോപണവുമായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. കപ്പലണ്ടി വിറ്റ് നടന്ന MK കണ്ണൻ കോടിപതിയായെന്നും SC മൊയ്തീന് അപ്പർ ക്ലാസുമായാണ് ഡീലിംഗ് എന്നും ആരോപിക്കുന്ന ശരത് പ്രസാദിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസനുമായി വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നത്. ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്നായിരുന്നു MK കണ്ണന്റെ പ്രതികരണം. ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആദായ നികുതി വകുപ്പിന് പരാതി നൽകി. അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ കണ്ണാട്ടം ഓടാനോടി വെക്കും. പൊളിറ്റിക്സ് രസപ്പെട്ടാണ്. കപ്പലണ്ടി കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെച്ചാൽ അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സാണ്. എണ്ണങ്ങളെത്തി അനൂപ AC നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. പിന്നെന്താ എൻ്റെ പ്രശ്നം? ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിലും ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഇത് പുതുമയായ കാര്യമല്ല. ശരത്തിന്റെ വെളിപ്പെടുത്തൽ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗൗരവതരമാണ്. ശരത്തിന്റെ ഓഡിയോ ക്ലിപ്പടക്കം ഇന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ മാധ്യമങ്ങളുടെ വീഡിയോ അടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ ആയ പരാതി അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നട്രാജ് പരശുറാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, CPM-നെ ഞെട്ടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഉയർന്ന അവിഹിത സ്വത്ത് സമ്പാദന ആരോപണം ഇതെങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? എന്താണ് ഈ ഓഡിയോ ക്ലിപ്പിന്റെ വസ്തുതയും വിശ്വാസ്യതയും? പ്രാഥമികമായി എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ നിരത്തിയാണ് ഈ ആരോപണത്തെ നേതാക്കൾ തള്ളുന്നത്? തൃശൂർ ജില്ലയിലെ CPM-നെ വലിയ രീതിയിൽ വെട്ടിലാക്കുന്ന ഒരു ഓഡിയോ സംഭാഷണമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിന്റെ ശബ്ദമാണ് പുറത്തു വന്നത്. ഇതിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പറയുന്നത് പ്രകാരം CPM-ന്റെ മുതിർന്ന നേതാക്കൾ രാഷ്ട്രീയത്തിലെത്തി നല്ലോണം സമ്പാദിച്ചു, നല്ല നേട്ടങ്ങൾ കൊയ്തു. AC മൊയ്തീൻ ടോപ്പ് ക്ലാസ് ആളുകളുമായാണ് ഡീലിംഗ്. അതുപോലെ തന്നെ MK കണ്ണൻ മുതിർന്ന നേതാവ് കോടിപതിയായി. അദ്ദേഹം കപ്പലണ്ടി കച്ചവടം നടത്തിയാണ് തുടങ്ങിയത്. ഇപ്പോൾ അദ്ദേഹം കോടിപതിയാണ്. സേവ്യർ ചിറ്റലപ്പള്ളി വടക്കാഞ്ചേരി MLA, അതുപോലെ തന്നെ KK രാമചന്ദ്രൻ പുതുക്കാട് MLA തുടങ്ങിയവരൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വന്ന് രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ സാധാരണ നേതാക്കൾ പിരിക്കുമ്പോൾ കിട്ടുന്നത് 5000-ഉം 10,000-ഉം ആണെങ്കിൽ മുതിർന്ന നേതാക്കൾ പിരിക്കുമ്പോൾ കിട്ടുന്നത് ലക്ഷങ്ങളാണെന്നും ശരത്ത് പറയുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. നിബിൻ ശ്രീനിവാസൻ എന്ന DYFI പ്രവർത്തകരുമായി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സംഭാഷണത്തിന്റെ ശകലമാണ് പുറത്തു വന്നത്. നമുക്കറിയാവുന്നതുപോലെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിരോധത്തിലായ പാർട്ടിയാണ് CPM. നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ തന്നെ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് CPM-നെ വലിയ ആഘാതം സൃഷ്ടിച്ചിരുന്നു. ED അന്വേഷണമൊക്കെ തന്നെ നേതാക്കളൊക്കെ തന്നെ പലതവണ ചോദ്യശരങ്ങൾക്ക് മുമ്പിൽ പതറുന്ന സാഹചര്യമൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഒരു തലത്തിൽ അത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അഴിമതി ആരോപണത്തിൽ അത് അഴിമതി ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന, അത് പാർട്ടിയിലെ യുവജന വിഭാഗത്തിൽ ഉള്ള ഒരാൾ തന്നെ ഇത്തരത്തിൽ പറയുന്ന ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിൽ CPM-മായി. ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ രംഗത്ത് വരികയും ആരോപണങ്ങൾ തള്ളുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ശരത്ത് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ശരത്തിൽ നിന്നും പാർട്ടി വിശദീകരണം തേടി. ഇതുവരെ ഓഡിയോ വന്നതിനെ കുറിച്ച് ശരത്ത് കൂടുതൽ പ്രതികരണം നടത്തിയിട്ടില്ല. തന്റെ പഴയ സംഭാഷണ ശകലമാണിത് എന്ന് മാത്രമാണ് ശരത്ത് പറഞ്ഞത്. പക്ഷേ ശരത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് തന്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം MK കണ്ണൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹത്തെക്കുറിച്ചും ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. കരുവന്നൂർ കേസിൽ ED ചോദ്യം ചെയ്ത ആളാണ് MK കണ്ണൻ. അദ്ദേഹം കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഈ ആരോപണങ്ങൾ തള്ളി തന്റെ അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, ഒരു അക്കൗണ്ടിൽ 100 രൂപയിൽ കൂടുതലില്ല, ഇതിലും വലിയ ആരോപണങ്ങൾ തനിക്ക് നേരെ വന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അല്പസമയം മുമ്പ് BJP
ജനറൽ സെക്രട്ടറി MT രമേശും മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹവും ഇതിലൊരു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ പാർട്ടി പ്രതിരോധത്തിലാവുകയാണ്. കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ഇൻകം ടാക്സ് വകുപ്പിന് ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകി കഴിഞ്ഞു. വിജിലൻസിന് അദ്ദേഹം പരാതി നൽകി കഴിഞ്ഞു. എന്തായാലും ഈ ശബ്ദരേഖ വലിയൊരു കുരുക്കായി മാറുകയാണ്. CPM-ന് കൂടുതൽ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കൂടുതൽ വാദപ്രതിവാദങ്ങളോ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. CPM-നെ വലിയ തോതിൽ വെട്ടിലാക്കിയാണ് ഇപ്പോൾ ഈ അവിഹിത സ്വത്ത് സമ്പാദന ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശം നൽകിയത് നട്രാജ് പരശുറാം.